വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. അമൽ ബാബുവിന്റെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മാത്യു കുഴൽനാടൻ MLA. അപ്രതീക്ഷിത വിയോഗം വലിയ ഞെട്ടലുണ്ടാക്കിയെന്നും പാർട്ടിക്കും മുന്നണിക്കും നികത്താനാവാത്ത നഷ്ടമാണിതെന്നും MLA. മൂവാറ്റുപുഴ നഗരസഭ മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ അമൽ ബാബുവിന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി മാത്യു കുഴൽനാടൻ MLA. അമൽ ബാബുവിന്റെ അപ്രതീക്ഷിത വിയോഗം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയതെന്നും പാർട്ടിക്കും മുന്നണിക്കും നികത്താനാകാത്ത നഷ്ടമാണിതെന്നും MLA പറഞ്ഞു. കഴിഞ്ഞ കൗൺസിലിൽ 5 വർഷക്കാലം കൗൺസിലറായിരുന്ന അമൽ ബാബുവിനെ താൻ MLA ആയതുകൊണ്ട് തന്നെ വളരെ അടുത്തറിയാമായിരുന്നുവെന്നും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾക്കായി സ്വന്തം ആരോഗ്യം പോലും വകവയ്ക്കാതെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയായിരുന്നുവെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അമൽ ബാബു വളരെ അപ്രതീക്ഷിതമായി അകാലത്തിൽ ഒരു വിയോഗമുണ്ടായിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച് വലിയ ഒരു ഞെട്ടൽ ഉണ്ടായൊരു സംഭവമാണ്. വളരെ ഊർജ്ജസ്വലനായ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും സജീവമായി, ഒരുപക്ഷേ മൂവാറ്റുപുഴയിലുള്ള കോൺഗ്രസിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ, കേസിൻ്റെ ഏത് പരിപാടി നിങ്ങൾ പരിശോധിച്ചാലും അതിൻ്റെ എല്ലാം മുൻനിരയിൽ വളരെ ചുറുചുറുക്കോടുകൂടി നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. വളരെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഉള്ള ഒരു വിയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പാർട്ടിയെ സംബന്ധിച്ച് വലിയ തീരാത്ത നഷ്ടമാണ്, നികത്താനാകാത്ത ഒരു വിടവാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ കൗൺസിലിൽ 5 വർഷക്കാലം കൗൺസിലറായിരുന്നു. ഞാൻ MLA ആയിരുന്നുകൊണ്ട് തന്നെ എനിക്ക് വളരെ അടുത്തറിയാം. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സ്വന്തം ആരോഗ്യം അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് സ്വന്തം ആരോഗ്യം വകവയ്ക്കാതെ അത്രമേൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനും ഒരു ജനപ്രതിയുമായി, ഒരു ജനപ്രതി എന്ന നിലയിൽ വലിയ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അമൽ ബാബു. സഹപ്രവർത്തകരുടെയും മുന്നണിയുടെയും അഗാധമായ ദുഃഖത്തിലും വേദനയിലും പങ്കുചേരുന്നതായും MLA കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച അന്തരിച്ച അമൽ ബാബുവിന്റെ മൃതദേഹം രാവിലെ 11 മുതൽ 12 വരെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. തുടർന്ന് നിരവധി സഹപ്രവർത്തകരും ജനങ്ങളുമാണ് അദ്ദേഹത്തിന് അവസാനമായി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്. തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.